ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു നിമിഷം ദൈവസന്ധിയിൽ നമ്മുടെ തലകളെ വണക്കാം. കാരുണ്യവാനായ ദൈവമേ, ഹൂസ്റ്റൺ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ 8 നോമ്പ് പെരുന്നാളിനെ അവിടുന്ന് വാഴ്ത്തണമേ. ആധുനിക സാങ്കേതികതയിലൂടെ ലോകം എമ്പാടും ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തെയും വാഴ്ത്തണമേ. ഈ മഹാമാരിയിൽ ഞങ്ങളുടെ ദേശനിവാസികളെ കാത്തുകൊള്ളണമേ, കുടുംബമായി സംരക്ഷിക്കണമേ. വിജയകരമായ സ്ലീബ ഞങ്ങളുടെ ഭവനങ്ങൾക്കും ഞങ്ങളുടെ രാജ്യങ്ങൾക്കും കോട്ടയായിരിക്കണമേ. അതിജീവിക്കുവാൻ കരുത്ത് നൽകണമേ. ദൈവമാതാവേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മധ്യസ്ഥത അണയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും മഹത്വത്തിനായിട്ട് തന്നെ ആമീൻ. സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിലെ ഹൂസ്റ്റൺ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ 8 നോമ്പ് പെരുന്നാളിലെ വേദപ്രബോധനത്തിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ ദേവാലയത്തിൻ്റെ വികാരി അഭിവന്ദനായ ജോൺസൺ പുഞ്ചക്കോണമച്ചൻ, ട്രസ്റ്റി EK വർഗീസ് അവറുകൾ, സെക്രട്ടറി റെനിൽ വർഗീസ് അവറുകൾ, ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവജനമേ, 8 നോമ്പിൻ്റെ ഏറ്റവും മഹത്തായ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. മലങ്കര സഭയിൽ പുരാതന കാലം മുതൽ തന്നെ 8 നോമ്പിലെ പെരുന്നാളുകൾ നാം ആഘോഷിക്കാറുണ്ട്. ചരിത്രപരമായ രേഖകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും 1929-30 കാലഘട്ടം മുതൽ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ദേവാലയങ്ങളിൽ 8 നോമ്പ് അതിശക്തമായി നടന്നിരുന്നു എന്നത് നിസ്തർക്കമാണ്. വന്യ പാത്താമുട്ടത്ത് MC കുര്യാക്കോസ് റമ്പാച്ചൻ കവിയൂർ സ്ലീബ പള്ളിയുടെ വികാരിയായിരുന്ന കാലഘട്ടത്തിൽ മർത്തമറിയ സമാജം അംഗങ്ങളെ പഠിപ്പിച്ച ഒരു ഗാനമാണ് മറിയാമേ നീ ഭാഗ്യവതി ഭാമിനിമാരിൽ. 8 നോമ്പിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അമ്മമാർ, സഹോദരിമാർ പാടി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ അതിമഹത്തരമായ ഗാനമാണ് മറിയാമേ നീ ഭാഗ്യവതി ഭാമിനിമാരിൽ, ദൈവപുത്രൻ നിന്നിൽ നിന്ന് അവതരിച്ചല്ലോ. ദീർഘമായ ഗാനമാണ്. ഈ നോമ്പുകാലത്ത് ആഗോളതലത്തിൽ വിശ്വാസികൾ കൂടി വന്ന് ദൈവമാതാവിന്റെ മധ്യസ്ഥത അഭയം പ്രാർത്ഥിക്കാറുണ്ട്. ഈ സുദിനത്തിൽ ഒരു ചെറിയ വേദഭാഗം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യമാണ്. എലിസബത്ത് പറയുന്ന മനോഹരമായ വാചകമാണ്, കർത്താവ് തന്നോട് അരുളിച്ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വളരെ ഹൃദ്യമാണ്. ഒരു പുതിയ മലയാള ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കുകയാണ്. ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് സംഭവിക്കും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് നടപ്പാകും, സംഭവിക്കും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എലിസബത്തിനെ സന്ദർശിച്ച അവസരത്തിൽ മറിയത്തോട് മുത്തശ്ശിയായ എലിസബത്ത് പരിശുദ്ധാത്മ നിറവിൽ പ്രഖ്യാപിക്കുന്ന വേദഭാഗമാണ് നമ്മൾ കേട്ടത്. മറിയത്തെക്കുറിച്ച് അനേക വേദപ്രബോധനങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഈ ചെറിയ പ്രഭാഷണത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് മറിയത്തിന്റെ ഒരു മാതൃദർശനങ്ങളാണ്. കന്യമറിയം അവതരിപ്പിക്കുന്ന മാതൃഭാവങ്ങൾ എന്തെല്ലാമാണ്? പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ വ്യത്യസ്തങ്ങളായ പഠനങ്ങളുണ്ട്.
പാശ്ചാത്യ സഭകളിൽ കന്യാമറിയം എന്ന് പറയുമ്പോൾ പൗരസ്ത്യ സഭകൾ വളരെ പ്രാധാന്യത്തോട് പറയുന്നതാണ് മാതാവ്, അമ്മ, ദൈവത്തിന്റെ മാതാവ് എന്ന പദം. ദീർഘമായ പദാവലികളുണ്ട്. മറിയം എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. അനേക വേദ വ്യാഖ്യാനങ്ങളുണ്ട്. എബ്രായ പദത്തിൽ മിരിയാം എന്ന പദമാണ് പിന്നീട് മറിയമായി തീരുന്നത്. അതൊരു അരാമിക്, ഒരു സിറിയക് ട്രഡീഷണലിലാണ് മറിയാം എന്നായി തീരുന്നത്. ഗ്രീക്കിൽ മറിയ എന്നും മറിയം എന്നും പറയുന്നുണ്ട്. ചരിത്രകാരനായ യൂസേബിയസിന്റെ ചില നിരീക്ഷണങ്ങളിൽ മറിയാമ എന്ന വിവരണം അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മലയാളത്തിലെ പേരുകളൊക്കെ നമുക്കറിയാം. മറിയം, മറിയമ്മ, മറിയാമ. വളരെ ഹൃദ്യമായ നാമ വിവരണങ്ങളാണ് അതിനകത്ത് ഉള്ളത്. ഇവിടെ മറിയം എന്ന വാക്കിന്റെ വീണ്ടും ചില അർത്ഥങ്ങളുണ്ട്. മറി എന്ന പദം, അതിന്റെ അർത്ഥം സ്നേഹിക്കുക എന്നുള്ളതാണ്. അതൊരു ദൈവിക പദം കൂടി അതിൽ ചേർത്ത് കഴിയുമ്പോൾ യാം, അത് യഹോവയെ കുറിക്കുന്ന പദമാണ്. എബ്രായ പാരമ്പര്യത്തിൽ മിരിയാം, അതിന്റെ അർത്ഥം യഹോവയ്ക്ക് പ്രിയപ്പെട്ടവൾ, യഹോവയുടെ സ്നേഹഭാജനം, യഹോവയെ സ്നേഹിക്കുന്നവൾ, ദൈവത്തെ സ്നേഹിക്കുന്നവൾ. മിരിയാം, മറിയാം, മറിയം. വളരെ മനോഹരമാണ്. 8 നോമ്പിന്റെ ഈ മനോഹര ദിവസങ്ങളിൽ നമ്മൾ പങ്കുചേരുമ്പോൾ മറിയത്തെ പോലെ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുമോ? ദൈവത്തിന്റെ സ്നേഹഭാജനമായി തീരുമോ? ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളും ആയിത്തീരുവാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ നോമ്പുകാലം നമുക്ക് ദൈവത്തോട് കൂടെ ഇരിക്കാം, ദൈവത്തിന്റെ സ്നേഹിതരായി തീരാം. അതാണ് മറിയം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. മറിയത്തെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ പ്രത്യേകിച്ച് 4-5 പ്രധാന വിവരണങ്ങൾ എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഗബ്രിയേൽ ദൂതന്റെ വിവരണങ്ങളാണ്. സുപരിചിതമായ വേദഭാഗങ്ങളായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. 3 കാര്യങ്ങളാണ്, ആഡ്ജക്റ്റീവ്സ് ആണ് ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറയുന്നത്. കൃപ നിറഞ്ഞവൾ, അനുഗ്രഹിക്കപ്പെട്ടവൾ, ദൈവം കൂടെയുള്ളവൾ. ഒരു അമ്മയ്ക്ക് ലഭിക്കാവുന്ന വലിയ സൗഭാഗ്യമാണ്. ഭൂതലത്തിൽ ഏതൊരു സ്ത്രീക്ക് ലഭിക്കാവുന്ന ഏറ്റവും ആദർശനിഷ്ഠമായ വിശേഷണങ്ങളാണ്. കൃപ നിറഞ്ഞവൾ, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, ദൈവം നിന്നോട് കൂടെയുണ്ട്. ഗബ്രിയേൽ ദൂതനും മറിയവും തമ്മിലുള്ള സംഭാഷണം ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ദീർഘമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. 26 മുതൽ 38 വരെയുള്ള വേദഭാഗത്ത് എടുത്തെടുത്ത് പറയുകയാണ്, മറിയം കൃപ നിറഞ്ഞവളാണ്, മറിയം അനുഗ്രഹിക്കപ്പെട്ടവളാണ്, മറിയം ദൈവത്തിന്റെ കൂടെ ഉള്ളവളാണ്, ദൈവം കൂടെ ഉള്ളവളാണ്. ഇതാണ് ഗബ്രിയേൽ അവതരിപ്പിക്കുന്ന വിശേഷണങ്ങൾ. മറിയം തന്നെ പറയുന്ന 2 വിശേഷണങ്ങളുണ്ട്. അവിടെ പറയുന്നു 1-ാം അധ്യായം 38-ാമത്തെ വാക്യം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. മറിയത്തെ കുറിച്ചുള്ള ഏറ്റവും മഹത്തായ വിശേഷണങ്ങളിൽ മറ്റൊന്നാണ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. എലിസബത്തിനെ സന്ദർശിച്ച അവസരത്തിൽ പറയുന്ന ഒരു വാക്യം കൂടിയുണ്ട്. 1-ാം അധ്യായം 48-ാമത്തെ വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം. ഏറ്റവും കൂടുതൽ വിവരണങ്ങൾ അവതരിപ്പിക്കുന്നത് വിശുദ്ധനായ ലൂക്കോസ് ആണ്. 48-ാമത്തെ വാക്യം, ഇന്നു മുതൽ എല്ലാ തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. മറിയം തന്നെ സ്വയമായിട്ട് പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഈ നോമ്പ് കാലത്ത് ഈ 2 സ്വഭാവ വിശേഷണങ്ങൾ നമ്മിലേക്ക് ഉൾച്ചേരണം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവാൻ എന്ന് വാഴ്ത്തും,
ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഒരു ദൈവഭക്തന് ഇതിൽ വലിയ എന്ത് വിശേഷണമാണ് നൽകുവാനായിട്ടുള്ളത്? വീണ്ടും നമ്മൾ ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ എലിസബത്ത്, ചാർച്ചക്കാരിയായ വാർദ്ധക്യത്തിലെത്തിയ എലിസബത്ത് മറിയത്തിന് നൽകുന്ന 3-4 വിശേഷങ്ങളുണ്ട്. ഒന്ന്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്, എന്റെ കർത്താവിന്റെ മാതാവ്. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ വിവരങ്ങൾ അവതരിപ്പിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വേദഭാഗത്താണ്. അവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത്, എന്റെ കർത്താവിന്റെ മാതാവ്. ദൈവത്തെ വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഭാഗ്യവതി എന്ന വാക്ക് അവിടെ ഉണ്ട്, ദൈവത്തിന്റെ മാതാവ് എന്ന വാക്കുണ്ട്, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന പദമുണ്ട്, ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതെല്ലാം ഉൾച്ചേരണം. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണമേ. എന്റെ ഗർഭഫലം, എന്റെ മക്കൾ, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കണം. ദൈവത്തെ വഹിക്കുവാനുള്ള, സ്വീകരിക്കുവാനുള്ള, ഉൾക്കൊള്ളുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവണം. ദൈവ അരുളപ്പാടുകൾ നിർവഹിക്കപ്പെടുമെന്ന് വിശ്വസിക്കുവാനുള്ള അഭിവാഞ്ച എനിക്കുണ്ടാവണം. എലിസബത്തിന്റെ മഹത്തായ സ്തുതിഗീതമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞാണ് ഇതെല്ലാം അവിടെ അവതരിപ്പിക്കുന്നത്. യേശു തമ്പുരാൻ മറിയത്തെ കുറിച്ച് പറയുന്ന മനോഹരമായ വേദഭാഗങ്ങളുണ്ട്. അത് ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുന്നവളാണ് എന്റെ സഹോദരി, എന്റെ അമ്മ, എന്റെ സഹോദരൻ. വളരെ മനോഹരമായിട്ടാണ് ആ വേദഭാഗം അവതരിപ്പിക്കുന്നത്. അതിലേക്ക് നമ്മൾ വരും. ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുന്നവൻ, അനുസരിക്കുന്നവൾ. യേശു തമ്പുരാൻ അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, ദൈവത്തിന്റെ വചനം കൃത്യമായി കേട്ട് അനുസരിച്ചത് ദൈവമാതാവാണ്. ദൈവത്തിന്റെ വചനം അനുസരിച്ചു. അവൻ എടുത്തു പറയുകയാണ്, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന മാതൃകയാണ് അമ്മ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു സംഭവം കൂടി പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കുകയാണ്. സഭയുടെ ചരിത്രത്തിൽ നിക്കിയ വിശ്വാസ പ്രമാണം വളരെ പ്രശസ്തമാണ്. നിക്കിയ വിശ്വാസ പ്രമാണത്തിൽ മറിയത്തിന് കൊടുക്കുന്ന 3 വിശേഷങ്ങളുണ്ട്. 1 ദൈവമാതാവ്, 2 വിശുദ്ധ, 3 കന്യകമറിയം. ആ ഭാഗം നമുക്ക് ഒരുമിച്ചൊന്ന് വായിച്ചു കേൾക്കാം. വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു. നിഖ്യാവിശ്വാസ പ്രമാണത്തിന്റെ അതിമഹത്തായ ഒരു പ്രസ്താവമാണ്. വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന് മനുഷ്യരായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. ദൈവമാതാവെന്ന് പ്രഖ്യാപിക്കുന്നു, വിശുദ്ധയെന്ന് പ്രഖ്യാപിക്കുന്നു, അതിലുപരി കന്യകമറിയാം എന്ന് അവിടെ പ്രഖ്യാപിക്കുന്നു. വിശ്വാസ പ്രമാണങ്ങൾ പഠിക്കാമെങ്കിൽ 2 മനുഷ്യരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 1 മറിയത്തെ കുറിച്ചാണ്, 2 പൊന്തിയോസ് പീലാത്തോസിനെ കുറിച്ചാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മറിയം യേശുവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ മരണം, യേശുവിന്റെ ഉയർപ്പ്, സ്വർഗാരോഹണം എല്ലാത്തിനും സാക്ഷിയായി തീർന്ന മഹത്തായ മാതൃകയാണ് ദൈവത്തിന്റെ മാതാവ്. വളരെ കൃത്യമായി വിശ്വാസ പ്രമാണത്തിൽ മറിയത്തെ ആലേഖനം ചെയ്തിരിക്കുകയാണ്. അപ്പോഴൊരു ചോദ്യം, പീലാത്തോസിനെ എന്തിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? കാരണം മരണത്തിന് വിട്ടുകൊടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയാണ് പീലാത്തോസ്. മരണത്തിന് വിട്ടുകൊടുത്തതും അവിടെ ഉൾച്ചേർത്തിരിക്കുന്നു. ചരിത്രപരമായി അതിനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്
എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് ഈ വേദ പഠനത്തിലേക്ക് വരികയാണ്. ദൈവമാതാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അനേക ഭാവങ്ങൾ നമുക്ക് കാണാം. എത്രയോ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടു, എത്രയോ വേദപഠനങ്ങൾ നമ്മൾ കേട്ടു. നിർഭാഗ്യം എന്ന് പറയട്ടെ, പല വേദപഠനങ്ങളും അവതരിപ്പിക്കുന്നത് മറിയത്തിന്റെ മാതൃഭാവങ്ങൾ പുരുഷ കാഴ്ചപ്പാടിലാണ്. വൈദിക സെമിനാരിയിലും വേദശാസ്ത്ര ഉപരിപഠന മാർഗങ്ങളിലുമൊക്കെ വിദ്യാർത്ഥികൾ പഠന വിശകലനത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ വേദപുസ്തകത്തെ ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടിൽ വിലയിരുത്തുക എന്നുള്ളത്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിലൊരു പ്രധാനപ്പെട്ട വാക്കാണ് പേട്രിയാർക്കി. ആൺകോയ്മയിൽ അധിഷ്ഠിതമായി വേദഭാഗങ്ങൾ വ്യാഖ്യാനിക്കുക. ആ വാക്ക് നമുക്കറിയാം, 2 പദങ്ങൾ ചെയ്യുന്നതാണ്, പാറ്റീർ ആൻഡ് ആർക്കി. പാറ്റീർ എന്ന വാക്കിന്റെ അർത്ഥം, ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഫാദർ. ആർക്കി എന്ന് പറഞ്ഞാൽ റൂൾ, പുരുഷന്റെ ഭരണം, പുരുഷന്റെ മേധാവിത്വം, പുരുഷന്റെ അധീശത്വം. മറിയത്തെ കുറിച്ചാണ് നമ്മൾ പ്രസംഗിക്കുന്നതെങ്കിലും 8 നോമ്പാണ് നമ്മൾ നോക്കുന്നതെങ്കിലും നമ്മൾ അവതരിപ്പിക്കുന്ന വ്യാഖ്യാനങ്ങൾ അധികവും ഈ ആൺകോയ്മയിൽ അധിഷ്ഠിതമായി തീരുന്നു. അതുകൊണ്ടാണ് ദൈവമാതാവിനെ കുറിച്ച് പല വ്യാഖ്യാനങ്ങളും പല പഠനങ്ങളും ഒക്കെ വായിക്കുമ്പോൾ അത് വിനയത്തിന്റെ ഭാവമാണ്, വിധേയത്വത്തിന്റെ ഭാവമാണ്, സഹനത്തിന്റെ ഭാവമാണ്, വിശുദ്ധിയുടെ ഭാവമാണ്. ഇതെല്ലാം പലപ്പോഴും അവതരിപ്പിക്കുന്നത് ഈ പുരുഷ കാഴ്ചപ്പാടുകളാണ്. വിനയം, വിധേയത്വം, സഹനം. എത്രയോ സ്ത്രീകൾ വിധേയപ്പെടുന്നു, എത്രയോ സ്ത്രീകൾ ആയുഷ്കാലം മുഴുവനും വിനയത്തിനും സഹനത്തിനുമാണ്. പക്ഷെ മറിയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും മറിയം സ്വന്തം കാലിൽ നിൽക്കുവാൻ, നേരെ നിൽക്കുവാൻ ആർജവും ചൈതന്യവും തന്റെയും പ്രകടിപ്പിച്ച മഹത്തായ വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഈ വേദപുസ്തകത്തെ സ്ത്രീപക്ഷ കാഴ്ചപ്പാടിൽ വ്യാഖ്യാനിക്കുമ്പോൾ അവതരിപ്പിക്കുന്നത് ഇന്നത്തെ പുതുതലമുറ ഇന്ന് നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും അന്തസ്സിനെ കുറിച്ചും ആഭിജാത്യത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന പുതുതലമുറ മാതൃകയാക്കേണ്ടത് വേദപുസ്തകത്തിലെ മറിയത്തെയാണ്. സ്ത്രീ ശക്തീകരണത്തിന് മാതൃകയാണ് മറിയം എന്ന് അവതരിപ്പിക്കുന്ന വേദപഠനങ്ങളുണ്ട്. വൈദിക സെമിനാരിയിൽ നമ്മൾ ഇതൊക്കെ പഠിപ്പിക്കുമെങ്കിലും പഠനം അവിടെ അവസാനിപ്പിച്ചിട്ട് വീണ്ടും വൈദികരായി ഞങ്ങൾ പുറത്തു വന്ന് സ്ത്രീകൾ വിധേയപ്പെടണം, സ്ത്രീകൾ അനുസരണമുള്ളവരായിരിക്കണം, സ്ത്രീകൾ വിനയമുള്ളവരായിരിക്കണം, സ്ത്രീകൾ വിശുദ്ധിയുള്ളവരായിരിക്കണം, ഇതാണ് പ്രസംഗിക്കുന്നത് കാലാകാലങ്ങളിൽ. പക്ഷെ ഇതൊക്കെ പുരുഷനും വേണ്ടതാണ്, സ്ത്രീക്കും പുരുഷനും വേണ്ടതാണെന്നുള്ള വ്യാഖ്യാനം മറന്നു പോകുന്നു. അതുകൊണ്ട് പലപ്പോഴും സ്നേഹം, വാത്സല്യം, കാരുണ്യം, ത്യാഗം, നിഷ്കാമകർമ്മം ഇതൊക്കെ സ്ത്രീയിൽ ആരോപിക്കുന്ന ചില സദ്ഗുണങ്ങളാണ്. ഈ രാത്രിയിൽ മറിയത്തിന്റെ 4 മാതൃഭാവങ്ങൾ അവതരിപ്പിച്ച് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അത് സ്ത്രീക്കും പുരുഷനും പരസ്പരം ഉൾക്കൊള്ളാവുന്ന മാതൃഭാവങ്ങളാണ്. അതുകൊണ്ട് അമ്മയുടെ ഭാവം എന്ന് പറയുന്നത് അമ്മയ്ക്ക് മാത്രമുള്ളതല്ല, അത് പുരുഷന്റെ ഭാവമാണ്, സ്ത്രീയുടെയും ഭാവമാണ്. ഈ അമ്മ ഭാവങ്ങൾ എപ്പോൾ ഒരു പുരുഷനുണ്ടാകുന്നു അപ്പോൾ അത് പലപ്പോഴും മൃദുലതയുടേതായിരിക്കും. ഈ മൃദുലഭാവം പുരുഷനും സ്ത്രീക്കും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമാണ്. അമ്മ സ്നേഹത്തിൻ്റെതാണ്, മാതൃത്വത്തിൻ്റെതാണ്. ലോകത്തെ ഏറ്റവും അതുല്യമായ മാതൃക ഏതാണെന്ന് ചോദിച്ചാൽ മാതൃത്വം എന്ന് മാത്രം നമുക്ക് പറയുവാൻ കഴിയും. നമുക്ക് എത്രയോ അമ്മമാരെ കുറിച്ചറിയാം. വളർത്തമ്മ, പെറ്റമ്മ, വാടകയമ്മ. പക്ഷെ അതിനേക്കാളൊക്കെ ഭയങ്കരമാണ് പെറ്റമ്മ. പെറ്റമ്മ, നമ്മെ പ്രസവിച്ച അമ്മ. അതുകൊണ്ടാണ് മറിയത്തെ കുറിച്ച് പറഞ്ഞത് ദൈവത്തെ പ്രസവിച്ചവൾ, ദൈവ പ്രസവിത്രി, ദൈവമാതാവ്. ഇതൊക്കെ നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിലെ പ്രധാനപ്പെട്ട 3 വാക്കുകളാണ്. ദൈവ പ്രസവിത്രി, ദൈവ മാതാവ്, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ.
സുറിയാനി പിതാക്കന്മാർ ഇന്ന് പലപ്പോഴും വേദപഠനങ്ങളിൽ ആവർത്തിച്ച് വ്യാഖ്യാനിക്കുന്നതാണ് ദൈവത്തെ പ്രസവിച്ചവളും ദൈവത്തിന്റെ മാതാവും സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളും. മറിയം അവതരിപ്പിക്കുന്ന മഹത്തായ 4 മാതൃകകൾ. 1, കരുതൽ ഭാവം. കരുതൽ ഭാവം. ഈ ഭാവത്തെ കുറിച്ച് ആറ്റിറ്റ്യൂഡ് ഓഫ് കൺസേൺ. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്ന് ഗബ്രിയേൽ ദൂതന്റെ വർത്തമാനം മറിയത്തിന്റെ കാതുകളിൽ മുഴങ്ങി. ഇവിടെ വളരെ കൃത്യമായിട്ട് മറിയം അടയാളപ്പെടുത്തുന്നുണ്ട്. പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? വയസ്സ് 13 14 മാത്രമുള്ള മറിയം ഗബ്രിയേൽ ദൂതനോടാണ് പറയുന്നത്. അന്നൊരു പുരുഷനോട് പോലും ഒരു സ്ത്രീ തർക്കിക്കത്തില്ല, വാദിക്കത്തില്ല. ആ സാഹചര്യത്തിലാണ് 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ദൈവത്തിന്റെ ദൂതനോട് ചോദിക്കുന്നു, പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഗബ്രിയേൽ ദൂതൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാണ് മറിയത്തെ സ്വാന്തനപ്പെടുത്തുന്നത്. നിരജാർശകാരി എലിസബത്ത്, മച്ചി എന്ന് വിളിക്കപ്പെട്ടവൾ, 6-ാം മാസം. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. നമ്മൾ പഠിക്കണം. ഗബ്രിയേൽ ദൂതൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാണ് മറിയത്തെ സ്വാന്തനപ്പെടുത്തുന്നത്. മറിയം കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു. സമാപനത്തിൽ പറയുന്നു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. ഒരു കരുതലാണ് അവിടെ കാണുന്നത്. ഞാൻ തിരസ്കൃതയായാലും, എന്ത് അപവാദങ്ങൾ ഉണ്ടായാലും, എന്ത് പരിത്യാഗങ്ങൾ ഉണ്ടായാലും ദൈവവചനത്തെ ഞാൻ സ്വീകരിക്കുകയാണ്, ദൈവവചനത്തെ ഞാൻ ഉൾക്കൊള്ളുകയാണ്. അതെല്ലാം അതേപോലെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം ഭൂമിയിൽ ജനിക്കുന്നതിന് വേണ്ടി, ദൈവം മനുഷ്യാവതാരം ചെയ്യുന്നതിന് വേണ്ടി വലിയൊരു കരുതലിന്റെ ഭാവമാണ് മറിയം അവതരിപ്പിക്കുന്നത്. വേദശാസ്ത്രപരമായി ദൈവം ഭൂമിയിലേക്ക് അവതരിക്കുവാനുള്ള കരുതൽ. അമ്മയുടെ ഗർഭപാത്രം, മറിയത്തിന്റെ ഗർഭപാത്രം, കന്യകയുടെ ഗർഭപാത്രം തുറന്നു കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുവാൻ, വചനിപ്പ് നടക്കുന്നതിന് വേണ്ടി ആ വലിയ കരുതൽ. അദൃശ്യനായ ദൈവം, അതിശയായ ദൈവം, അരൂപിയായ ദൈവം, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായ ദൈവം സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഉത്ഭൂതമായി തീരുന്നു. എന്തൊരു കരുതൽ! സൃഷ്ടിയെക്കുറിച്ചുള്ള കരുതൽ, ഭൂലോകത്തെക്കുറിച്ചുള്ള കരുതൽ, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കരുതൽ, തലമുറകളെക്കുറിച്ചുള്ള കരുതൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഈ കരുതൽ തന്റെ ഗർഭത്തിൽ സംവേദിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. ദൈവത്തിന് ജനിക്കുവാൻ സ്വയം പരിത്യജിക്കുന്നു. മനുഷ്യവർഗത്തോടുള്ള കരുതലും ജാഗ്രതയുമാണ്. അതുകൊണ്ടാണ് ഓർപ്പിക്കുന്നത്, ആറ്റിറ്റ്യൂഡ് ഓഫ് കൺസേൺ. ഇത് വളരെ മനോഹരമാണ്. ഒരു സംഭവം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. കാനാവിലെ കല്യാണം. മറിയത്തിലെ കരുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ വ്യക്തമായിട്ട് അത് അവതരിപ്പിക്കുന്നുണ്ട്. 4-ാമത്തെ വാക്യത്തിൽ മറിയം മകനോട് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. They have no wine left. വീഞ്ഞ് തികഞ്ഞില്ല, വീഞ്ഞ് തീർന്നുപോയി, വീഞ്ഞില്ല. എന്തൊരു കരുതലാണ്! ഒരു ഭവനത്തെ നോക്കിയറിഞ്ഞു, കണ്ടറിഞ്ഞു. കരുതലിന്റെ അനുഭവം. എന്നിട്ട് വീണ്ടും ആ കരുതൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. യേശുവോടുള്ള സംഭാഷണമൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് ബാല്യക്കാരോട് പറയുന്നു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. Do whatever he tells you. ആ കരുതലിന്റെ അനുഭവം, ആ വലിയ ദർശനത്തിന്റെ അനുഭവം, ദൈവവചനം നടപ്പാകുമെന്നുള്ള ആ വലിയ ആകാംക്ഷയുടെ അനുഭവം. അവിടെ 5-6 പ്രാവശ്യം മറിയത്തെ കുറിച്ചുള്ള സൂചനകളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ഒരിടത്ത് പോലും
മറിയത്തിന്റെ പേര് പറയുന്നില്ല. യേശുവിന്റെ അമ്മ എന്നൊക്കെയാണ് രൂപപ്പെടുത്തുന്നത്. കാര്യം യോഹന്നാന്റെ സുവിശേഷം വായിച്ചു നോക്കാമെങ്കിൽ യോഹന്നാനും പേര് പറയാറില്ല. അതിന്റെ സമാപന അധ്യായങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: പ്രിയ ശിഷ്യൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നൊക്കെയാണ്. ഒരു എഴുത്തിന്റെ നറേഷന്റെ സ്റ്റൈല് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. കരുതലിന്റെ അനുഭവം ഇന്ന് വളരെ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതാണ്. സെപ്റ്റംബർ 8 ദൈവമാതാവിന്റെ ജനനമാണ്. ഞാൻ പറയും, ഒരു പെൺകുട്ടിയുടെ ജനനം എല്ലാ പെൺകുട്ടികളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരമാണ്. നമ്മൾ ഈ വലിയ പോസ്റ്റ് മോഡേൺ യുഗത്തിലൊക്കെ താമസിക്കുമെങ്കിലും ആൺകുട്ടിയോടും പെൺകുട്ടിയോടുള്ള വേർകൃത്യവും വേർതിരിവും അസമത്വവും ഒക്കെ വളരെ ശക്തമായ പഠനങ്ങളിൽ വെളിപ്പെടുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല എന്ന് നമ്മൾ പറയുമെങ്കിലും, 8 നോമ്പ് നോക്കുമെങ്കിലും, വ്രതവിശുദ്ധി ജീവിക്കുമെങ്കിലും, ആൺകുട്ടിയോടും പെൺകുട്ടിയോടും നമുക്കുള്ള സമീപനം എങ്ങനെയാണ്? ഞാൻ ഈയിടെ ഒരു പഠനം വായിക്കുകയുണ്ടായി. UN റിപ്പോർട്ടാണ്. അതിനകത്ത് ദീർഘമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതിലൊരു ചാപ്റ്റർ ഇങ്ങനെയാണ്: മിസ്സിംഗ് ഫീമെയിൽസ്. കാണാതെ പോകുന്ന പെൺകുട്ടികൾ. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 5 ലക്ഷം പെൺകുട്ടികളെയാണ് ഈ പ്രപഞ്ചത്തിൽ നിന്നും ഭൂമുഖത്ത് നിന്നും കാണാതെ പോകുന്നത്. ആൺകുട്ടികളുള്ള നമ്മുടെ കരുതൽ എങ്ങനെയാണ്? പെൺകുട്ടികളുള്ള നമ്മുടെ കരുതൽ എങ്ങനെയാണ്? ഞാൻ ആ ഭാഗത്തിന്റെ വിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. സ്നേഹത്തിന്റെ പാഠശാലയാണമ്മ. കരുതലിന്റെ ഭാവമാണമ്മ. അമ്മ അതിമനോഹരമായിട്ടാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് അമ്മ കരുതലിന്റെ അനുഭവം, നമ്മുടെ കൊച്ചു കുടുംബത്തിന്റെ ഉള്ളിലൊക്കെ നമ്മളെ കരുതുന്നത്, നമ്മൾ ഓടി ഭവനത്തിൽ എത്തിച്ചേരുന്നത്, നമ്മെ കരുതുന്ന ഒരമ്മ, നമ്മളെ സ്നേഹിക്കുന്ന ഒരമ്മ, നമ്മളെ കുറിച്ച് കൺസേൺ ഉള്ള ഒരമ്മ. ഒരമ്മയുടെ മഹത്വം നമ്മൾ അറിയണമെങ്കിൽ അമ്മ ഭവനത്തിൽ ഇല്ലാതെ വരുമ്പോഴാണ്. ഒരമ്മയുടെ സാന്നിധ്യം അസ്തമിക്കുമ്പോഴാണ് അമ്മയുടെ മഹത്വവും അമ്മയുടെ ധീരതയും അമ്മയുടെ പ്രകാശവും നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നത്. മറിയത്തിന്റെ മാതൃഭാവം എന്തായിരുന്നു? ഒന്ന്, കരുതലിന്റെ ഭാവം, ആറ്റിറ്റ്യൂഡ് ഓഫ് കൺസേൺ. നമ്പർ 2, ആറ്റിറ്റ്യൂഡ് ഓഫ് കമ്പാഷൻ. 4 വാക്കുകളാണ് ഞാൻ പറയുന്നത്. 4 പദവും സിയിൽ തുടങ്ങുന്നതാണ്. കൺസേൺ ആൻഡ് കമ്പാഷൻ. അനുകമ്പയുടെ ഭാവം. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഭാവമാണ് അനുകമ്പയുടെ ഭാവം, കമ്പാഷൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വചനിപ്പം നടന്ന അവസരത്തിൽ തന്നെ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരി ഗർഭം ധരിച്ചിരിക്കുന്നു 6-ാം മാസം. ഇത് കേട്ട ഉടൻ തന്നെ മറിയം എഴുന്നേറ്റ് മലനാട്ടിലേക്ക് പോയി. അന്നൊക്കെ സഞ്ചരിക്കുന്നത് കഴുതപ്പുറത്താണ്. മറിയം സഞ്ചരിച്ചത് എനിക്ക് തോന്നുന്നത് കാൽനടയായിട്ടാവാം. പഠനങ്ങൾ പറയുന്നത് 4 ദിവസത്തെ കാൽനട യാത്രയുണ്ടായിരുന്നു മലനാട്ടിൽ, യഹൂദ പട്ടണത്തിൽ. ചില പഠനങ്ങളിൽ പറയുന്നത് ഹെബ്രോനാണ്. അവിടെ എത്തി എലിസബത്തിനെ കണ്ടു, എലിസബത്തിനെ ശുശ്രൂഷിച്ചു. അനുകമ്പയുടെ ഭാവം, കാരുണ്യത്തിന്റെ ഭാവം. മറിയത്തിന് വേണമെങ്കിൽ ഗർഭവതിയാണ്, ശാരീരിക ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞൊക്കെ അവിടെ ഇരിക്കാമായിരുന്നു. തന്റെ ശാരീരിക ദൗർബല്യത്തെ അതിജീവിക്കുന്നു. അതുകൊണ്ടാണ് ആ വേദഭാഗത്ത് 2 ഗർഭിണികൾ കണ്ടുമുട്ടുന്ന ചിത്രം അവതരിപ്പിക്കുന്നുണ്ട്. എലിസബത്തും മറിയവും 6-ാം മാസവും 1-ാം മാസവും ആ പിള്ള ഗർഭത്തിൽ കിടന്ന് തുള്ളുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഇങ്ങനെ കുതിച്ചുയരുകയാണ്. ഭാവന ഒന്ന് കണ്ടു നോക്കണം. 2 ഗർഭവതികൾ കണ്ടുമുട്ടുന്ന സന്ദ്രമായ, അർദ്രമായ, വൈകാരിക തീവ്രത സൃഷ്ടിക്കുന്ന ഒരു അനുഭവം. ഒന്ന് വാർദ്ധക്യത്തിലുള്ള ഒരമ്മ, ഒരു മുത്തശ്ശി, ഒന്ന് കന്യകയായ ഒരു പെൺകുട്ടി. 2 പേരുടെ സംഗമം ശാരീരികത അതിജീവിച്ചു, ദൂരത്തെ അതിജീവിച്ചു. വളരെ ബന്ധപ്പെട്ട അവിടെ ചേർന്നത്. ബന്ധപ്പെട്ട് ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ
ബന്ധപ്പെട്ട് ചെന്നു. ഇന്ന് ദൂരമൊക്കെ വളരെ ചെറുതായി. ആഗോളവൽക്കരണം സൃഷ്ടിച്ച മഹത്തായ പ്രധാനപ്പെട്ട കാര്യം സമയത്തെയും ദൂരത്തെയും ചെറുതാക്കി. ഗ്ലോബലൈസേഷൻ ഏറ്റവും ചെറിയ നിർവചനമാണ് കംപ്രഷൻ ഓഫ് ടൈം ആൻഡ് സ്പേസ്. സമയത്തെയും ദൂരത്തെയും ചെറുതാക്കി കളഞ്ഞു. അതുകൊണ്ടാണ് ചൈനയിലെ വുഹാനിലുണ്ടായ ഒരു COVID-19 ഇങ്ങ് നാട്ടിലെത്തി, തൃശ്ശൂരെത്തി, ന്യൂയോർക്കിലെത്തി, ഇറ്റലിയിലെത്തി, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെത്തി. നമ്മളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിലാണ്, സാമൂഹിക അകലത്തിലാണ്. മാസ്ക് ധരിച്ച്, സോപ്പിട്ട്, അകലം പാലിച്ച് ജീവിക്കുകയാണ്. എന്നുവരെ ഒരു വാക്സിൻ കണ്ടെത്തുന്നത് വരെ കാലം നിർവചിക്കുവാനേ കഴിയുന്നില്ല. നമ്മളൊക്കെ ഈ വീടിന്റെ ഉൾത്തളത്തിൽ, അകത്തളങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. കാറുണ്ട്, വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, ടെക്നോളജി ഉണ്ട്. നോക്കണം, ദൂരത്തെ അതിജീവിക്കുന്നു. എന്തായാലും ഹൂസ്റ്റൺ സെന്റ് മേരീസ് ദേവാലയത്തില് അവിടുത്തെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും ഒക്കെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനായ ഫാദർ ജോൺസൺ പുഞ്ചർകോണം അച്ഛൻ 1996 കാലഘട്ടത്തിൽ ഇന്റർനെറ്റ് വഴി സുവിശേഷം ലോകത്തെ അറിയിക്കണം എന്ന് പുതിയ ദർശനവുമായി മലങ്കര സഭയിലെത്തി. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ആദ്യമായി ഇന്റർനെറ്റ് സംവിധാനം അവതരിപ്പിക്കുവാൻ ഫാദർ ജോൺസൺ പുഞ്ചകോണത്തിന് കഴിഞ്ഞു. ഞാനും അതിൽ പങ്കുകാരനായിരുന്നു. പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാബയാണ് അത് ഉദ്ഘാടനം ചെയ്തത് കോട്ടയത്ത് വെച്ച്. പത്രങ്ങളൊക്കെ വലിയ കവറേജ് നൽകി. 96 കാലഘട്ടത്തിലാണ്. വർഷം എത്രയോ കഴിഞ്ഞു. അന്നൊക്കെ എല്ലാവരും വിചാരിച്ചു ഇതിങ്ങനെ സംഭവിക്കുമോ. വൈദിക സെമിനാരിയിൽ സൈബർ ചർച്ചിനെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കും. ഇന്റർനെറ്റ് വഴിയുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആരാധനയും പ്രാർത്ഥനയും വേദപ്രബോധനവും നടത്തുവാൻ കഴിയും എന്നുള്ള സാധ്യതകളെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ തന്നെ ചോദിക്കാറുണ്ട്, ഇത് വല്ലതും നടക്കാൻ പോകുന്ന കാര്യമാണോ? കാര്യം നമുക്ക് ഇന്റർനെറ്റെന്നും മൊബൈൽ ഫോൺ എന്നൊക്കെ പറയുമ്പോൾ ഒരു അന്തസ്സായ അലർജിയാണ്. എന്തായാലും ഈ കൊറോണ കാലഘട്ടത്തിന് സ്തുതിയായിരിക്കട്ടെ. നമ്മളെ പഠിപ്പിച്ചു, പഠിക്കാത്ത പലതും നമ്മൾ പഠിച്ചു. ഈ ടെക്നോളജി വഴി, ഈ സൈബർ യുഗം വഴി സുവിശേഷവും ആരാധനയും ഒക്കെ ലോകത്തോട് അവതരിപ്പിക്കുവാൻ നമ്മളെ പഠിപ്പിച്ചു. മറിയം ബന്ധപ്പെട്ട് മലനാട്ടിൽ പോയെങ്കിൽ ഈ ടെക്നോളജി വഴി ഇന്ന് ഹൂസ്റ്റണിൽ നിന്നും പന്തളത്തേക്കും, പന്തളത്തിൽ നിന്നും ഹൂസ്റ്റണിലേക്കും ദൈവവചനം എത്തുകയാണ്. ദൂരത്തെ അതിജീവിക്കുന്നു, എല്ലാ തടസ്സങ്ങളെ അതിജീവിക്കുന്നു. ഇതാർക്കെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാവുന്നതല്ല. ഇതിനെ അതീശത്വം തകർത്തു. എല്ലാവർക്കും പറ്റും. അതുകൊണ്ട് പണ്ട് വിചാരിച്ചു പുരുഷന്മാർക്ക് മാത്രമേ പരിശുദ്ധാത്മാവ് ലഭിക്കുകയുള്ളൂ, പ്രവചനപരം പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ വേദഭാഗം പഠിക്കണം. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി തീർന്നു. മറിയം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അവിടെ ഈ പുരുഷ കേന്ദ്രീകൃതമായ ഈ വലിയ വിശുദ്ധി സങ്കല്പങ്ങളൊക്കെ തകർത്ത് കളഞ്ഞു. അതുകൊണ്ടാണ് ഈ കേരളത്തിലൊക്കെ അമ്മ ദൈവങ്ങളെ കുറിച്ചുണ്ട്. വളരെ മനോഹരമാണ്. ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ അതിശക്തമാണ് അമ്മ ദൈവങ്ങൾ. സ്ത്രീക്കും പുരുഷനും എല്ലാം ഈ പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ള വലിയ സന്ദേശമാണത്. ഇതിനൊക്കെ ഡീകൺസ്ട്രക്ഷൻ നടന്നു, അപനിർമ്മാണം നടന്നു. പുരുഷ കേന്ദ്രീകൃതമായി നമ്മൾ കാലാകാലങ്ങളിൽ സന്നിവേശിപ്പിച്ചിരുന്ന വേദവ്യാഖ്യാനങ്ങളെ തച്ചുടച്ചു. പോസ്റ്റ് മോഡേൺ ലോകക്രമത്തിൽ കൊറോണ കാലമായപ്പോഴത്തേക്കിനും 2020 നമ്മൾ കാലാകാലങ്ങളിൽ പഠിപ്പിച്ച ആരാധനയെക്കുറിച്ചും കുർബാനയെക്കുറിച്ചും കുർബാന അനുഭവത്തെക്കുറിച്ചുള്ള അനേക സങ്കല്പങ്ങളെ തകിടം മറിച്ചു. ദൈവത്തെക്കാൾ പേടി ഇപ്പോൾ നമുക്ക് ഈ അതിസൂക്ഷ്മമായ രോഗാണുവിനെയാണ്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. പ്രതിരോധിക്കാനും അതിജീവിക്കുവാനും മാർഗങ്ങളില്ല. ഓർത്തിരിക്കണം,
ഈ അനുകമ്പയുടെ ഭാവം. മറിയം അനുകമ്പയുടെ ഭാവം അവതരിപ്പിച്ചു. എലിസബത്തിന്റെ അടുക്കൽ പോയി ശുശ്രൂഷിക്കുന്ന മഹത്തായ മനോഭാവം. മറ്റൊന്നുകൂടി അവിടെ ഓർക്കാറുണ്ട്. 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലും ക്രൂരനായ ഹേരോദാവിന്റെ കർക്കശമായ ആജ്ഞയാണ് ഏതമ്മയാണ് സഹിക്കുന്നത്? പ്രസവിച്ചുകൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. യേശു കുഞ്ഞിനെ കൊണ്ട് അതിശീഘ്രം ഓടുകയാണ്. ഒരമ്മ കുഞ്ഞിനെ ഹൃദയത്തോട്, മനസ്സിനോട്, ശരീരത്തോട് ചേർത്ത് പിടിച്ചിട്ടുള്ള യാത്ര വൈകാരിക തീവ്രത സൃഷ്ടിക്കുന്നതാണ്. ഒരമ്മ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് സങ്കടവും ദുഃഖവും രോഗവും ഒക്കെ ഉണ്ടാകുമ്പോൾ അമ്മ ഹൃദയത്തോട്, മനസ്സിനോട്, ശരീരത്തോട് ചേർത്ത് കുറെ നേരം പിടിക്കുന്നത് നമ്മൾ ഓർത്തിട്ടുണ്ട്. ആർദ്രതയുടെ അനുഭവം ഇതൊരു ദൈവഭാവമാണ്. അമ്മയും കുഞ്ഞും, അമ്മയും കുഞ്ഞും. അതുകൊണ്ട് നമ്മൾ ഈ ഐക്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഐക്യങ്ങളിലൊക്കെ അമ്മയും കുഞ്ഞുമാണ് അവതരിപ്പിക്കുന്നത്. മാതാവും മകനും ഒരുമിച്ചുള്ള ഐക്യങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നു. അമ്മയുടെ വലിയ വിശ്വാസം, അമ്മയുടെ വലിയ പ്രത്യാശ, അമ്മയുടെ വലിയ സ്നേഹം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് അമ്മയെ കുറിച്ച് പറയുന്ന പാഠങ്ങളാണ് അനുകമ്പയുടെ ഭാവം. ഞാനൊരു ഇന്റർവ്യൂ വായിക്കുകയുണ്ടായി. 10 മക്കളെ പ്രസവിച്ച ഒരമ്മയുടെ അനുഭവമാണ്. വാർദ്ധക്യത്തിൽ അവർ ജീവിതത്തെ തിരിഞ്ഞു നോക്കി പറയുകയാണ്. ആദ്യം പറയുന്നു, പ്രസവിക്കുക എന്നുള്ളത് വലിയ വേദന ഒരു അനുഭവമായിട്ട് തോന്നി. അതുകൊണ്ട് മക്കൾ വേണ്ട എന്ന് വെച്ചു. പക്ഷെ പിന്നീട് മക്കളുണ്ടായി. 1 അല്ല 10 മക്കൾ. ഈ 10 മക്കളെയും പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഈ അമ്മ പറയുകയാണ്, അമ്മ എന്ന് പറയുന്നത് എനിക്കിപ്പോൾ സ്നേഹിക്കുവാൻ മാത്രമുള്ളതാണ്. അമ്മയായപ്പോഴാണ് സ്നേഹത്തിന് മാത്രം ജാഗ്രത. സ്വാർത്ഥതയും അഹങ്കാരവും ധാർഷ്ട്യവും ഏകാന്തതയും ഒക്കെ മാറുകയാണ്. അമ്മയുടെ സംഘാത നേതൃത്വമായി തീരുകയാണ്. അതുകൊണ്ടാണ് ഒരമ്മയായി തീരുന്ന അനുഭവം അമ്മ ഭാവം, അനുകമ്പയുടെ ഭാവം. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനിതിനെ ഒന്ന് അമ്മ ഗീതമായിട്ട് മാറ്റി പറയുകയാണ്. അനുകമ്പയുള്ള, ആർദ്രതയുള്ള ഒരമ്മയുടെ ഭാവം എന്താണ്? ഞാൻ മുമ്പേ ഓർപ്പിച്ചു, അത് സ്നേഹത്തിൻ്റെതാണ്. അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം. അമ്മ സമം ദൈവം, അമ്മ സമം സ്നേഹം. പൗലോസ്ലീഹയുടെ വാക്കുകൾ ഞാൻ അമ്മ എന്ന വാക്കിൽ അവതരിപ്പിക്കുകയാണ്. 13-ാം അധ്യായം 4 മുതലുള്ള വേദഭാഗം. അമ്മ സ്പർശിക്കുന്നില്ല, അമ്മ നിഗളിക്കുന്നില്ല, അമ്മ ചീർക്കുന്നില്ല. സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. അമ്മ ദോഷം കണക്കിടുന്നില്ല, സത്യത്തിൽ സന്തോഷിക്കുന്നു. അമ്മ എല്ലാം പൊറുക്കുന്നു, അമ്മ എല്ലാം വിശ്വസിക്കുന്നു, അമ്മ എല്ലാം പ്രത്യാശിക്കുന്നു, അമ്മ എല്ലാം സഹിക്കുന്നു. സ്നേഹത്തെ കുറിച്ചുള്ള ഭാവമാണ്. പക്ഷെ ഇതൊരു അമ്മയെ കുറിച്ചുള്ള ഭാവമാണ്. നമ്മുടെ അമ്മ എന്തെല്ലാം പൊറുക്കുന്നു, നമ്മൾ പറഞ്ഞ് എന്തെല്ലാം വിശ്വസിക്കുന്നു, നമ്മുടെ അമ്മ എന്തെല്ലാം സഹിക്കുന്നു. അനുകമ്പയുടെ ഭാവം എന്ന് നമ്മൾ ഓർത്തിരിക്കണം. യേശുവിന്റെ അമ്മ ഭാവത്തെ കുറിച്ച് 3-ാമതായി ഓർത്തിരിക്കേണ്ടതാണ്. കരുതലിന്റെ ഭാവം, അനുകമ്പയുടെ ഭാവം. 3-ാമത്തത് ദൗത്യഭാവം, ആറ്റിറ്റ്യൂഡ് ഓഫ് കമ്മീഷൻ. കമ്മീഷൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രവൃത്തി, കർമ്മം, ദൗത്യം. ഇതൊക്കെ ഈ കമ്മീഷൻ എന്ന വാക്കിന്റെ അർത്ഥമാണ്. യേശുവിന്റെ ദൗത്യത്തിൽ അമ്മ പങ്കുചേർന്നു. യേശുവിന് ഭൂതലത്തിൽ പ്രവർത്തിക്കുവാനുള്ള ദൗത്യത്തിൽ അമ്മ പങ്കുചേർന്നു. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വേദഭാഗത്ത് മനോഹരമായ ഒരു ഭാഗമുണ്ട്. വൈദികരൊക്കെ ഇടകുർബാനയിൽ ചൊല്ലുന്ന വേദഭാഗമാണ്. ഏവെങ്കിലും ഭാഗത്ത് തക്സായിൽ കിടക്കുന്ന ഭാഗമാണ്. യേശുവിനെ കാണുവാൻ ആളുകൾ തടിച്ചുകൂടി. നിന്നെ അന്വേഷിച്ച് നിന്റെ അമ്മയും സഹോദരന്മാരും
സഹോദരിമാരും ഒക്കെ നിന്നെ അന്വേഷിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. യേശു ഉടനെ ചോദിക്കുന്നു, എനിക്ക് മാതാവാര്, എനിക്ക് സഹോദരന്മാരാരാണ്, എനിക്ക് സഹോദരിമാരാരാണ്? എന്നിട്ട് യേശുവിന് ഉത്തരം പറയുന്നുണ്ട്, എന്റെ ഇഷ്ടം ചെയ്യുന്നവൻ ആരോ അവനാകുന്നു എന്റെ സഹോദരൻ, എന്റെ മാതാവ്, എന്റെ സഹോദരി. കൃത്യമായിട്ട് ഉത്തരം പറയുന്നു. യേശുവിന്റെ ദൗത്യത്തെ കുറിച്ചുള്ള വിശദീകരണമാണ്. എന്റെ ഇഷ്ടം ചെയ്ത, ദൈവത്തിന് ഇഷ്ടം ചെയ്തവനാണ് എന്റെ അമ്മ. മുമ്പ് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ എന്റെ ഇഷ്ടം ചെയ്യുന്നു എന്നുള്ളത്. ലൂക്കോസ് സുവിശേഷം 11-27 വാക്യത്തിൽ ഒരു സ്ത്രീ വിളിച്ചു പറയുന്നു, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളത്. അതിന്റെ ഉത്തരം ഇത് തന്നെയാണ് പറയുന്നത്, എന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ഈ ദൗത്യഭാവത്തിൽ ചേരുന്ന ഒരനുഭവം ഇതാണ് ഓർത്തിരിക്കേണ്ടത്. ഈ ദൗത്യം, ഈ കമ്മീഷൻ, യേശുവിന്റെ ദൗത്യം കൃത്യമായിട്ട് ഏറ്റെടുക്കുക. മറിയത്തിന്റെ സംഗീതത്തിൽ അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള ഭാഗത്ത് എലിസബത്തിനെ സന്ദർശിക്കുന്ന പശ്ചാത്തലത്തിൽ എലിസബത്തിന്റെ അരുളപ്പാടിന് ശേഷം മറിയം പ്രതിവാക്യം പറയുന്നതാണ്. 4-5 കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറയോളം ഇരിക്കും. ദൗത്യ വിശദീകരണമാണ്. 3, വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറയ്ക്കുന്നു. 4, തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. 5, ശക്തനായവൻ വലിയ കാര്യങ്ങൾ എങ്കിൽ പ്രവർത്തിച്ചിരിക്കുന്നു. ഇതാണ് ആ ദൗത്യം. മറിയത്തിന്റെ സ്തുതിഗീതം, മറിയത്തിന്റെ പ്രത്യാശാഗീതം, മറിയത്തിന്റെ പ്രവചന ഗീതം. എല്ലാ തലമുറകളും ദൈവത്തെ ഭയപ്പെടുന്നവർ. ഇന്ന് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു തലമുറ നഷ്ടപ്പെട്ടു പോകുന്നു. വിശക്കുന്നവരെ നന്മകളാൽ നിറയ്ക്കുന്നു. ദൗത്യമാണ്. പാവപ്പെട്ടവരെയും തിരസ്കൃതരെയും അധകൃതരെയും ദലിതരെയും ആദിവാസികളെയും നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമാക്കി തീർക്കുന്ന വലിയ പ്രവചന ദർശനം മറിയത്തിന്റെ സ്തുതിഗീതത്തിലുണ്ട്. അതാ ദൗത്യം. തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ശക്തനായവൻ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. എന്നിൽ പ്രവർത്തിക്കുന്ന വലിയ കാര്യങ്ങൾ മുഖം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതായിരിക്കണം, ശബ്ദം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതായിരിക്കണം. ഇതാണ് നമ്മുടെ ദൗത്യം. യേശുവിന്റെ ദൗത്യ ശുശ്രൂഷ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ തിരസ്കൃതരായ എല്ലാവരെയും യേശു ചേർത്ത് പിടിച്ചു. രോഗികളെയും ദുഃഖിതരെയും അനാഥരെയും വിധവകളെയും മത്സ്യത്തൊഴിലാളികളെയും ചുങ്കക്കാരെയും പാപികളെയും വേശ്യാസ്ത്രീകളെയും എല്ലാ തിരസ്കൃതരെയും യേശു തന്റെ ചിറകിന്റെ കീഴിൽ ചേർത്ത് പിടിച്ചു. ഇതാണ് ആ ദൗത്യം. സഭകൾക്കുള്ള ദൗത്യം, കുടുംബങ്ങൾക്കുള്ള ദൗത്യം. ഈ കൊറോണ കാലം കഴിഞ്ഞ് നമ്മൾ അതിജീവിക്കുമ്പോൾ നമ്മൾ വളരാറുണ്ട്, നമ്മൾ അതിജീവിക്കുമെന്ന്. ഇതെല്ലാം നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിജീവനത്തിൽ സഭയുടെ ദൗത്യം എങ്ങനെയായിരിക്കണം, ഇടവകയുടെ ദൗത്യം എങ്ങനെയായിരിക്കണം? ഒരു പുതിയ പൊളിച്ചെഴുത്തുകൾ ആവശ്യമല്ലേ? സഭകൾ നീതി നിഷേധിക്കപ്പെടുന്നവരുടെ പക്ഷം ചേരുവാൻ, മുഖം നഷ്ടപ്പെടുന്നവരുടെ പക്ഷം ചേരുവാൻ, വിശന്നിരിക്കുന്നവരെ നന്മകളാൽ തൃപ്തരാക്കുവാൻ മറിയത്തിന്റെ സ്തുതിഗീതത്തിൽ പറയുന്ന ഈ വലിയ പ്രവചന ദർശനം ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയുമോ? ഒരു ആശയം കൂടി പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മറിയത്തിന്റെ മാതൃഭാവം, ഞാൻ പറയും 4-ാമത്തെ ഭാവം, പോരാട്ട ഭാവം. വാക്ക് കേൾക്കുമ്പോൾ പേടിക്കണ്ട. ആറ്റിറ്റ്യൂഡ് ഓഫ് കോമ്പാക്ട്, പോരാട്ടത്തിന്റെ ഭാവം. കോമ്പാക്ട്, കോൺഫ്ലിക്റ്റ്, കോൺട്രവേഴ്സീസ്. മറിയത്തിന്റെ ജീവിതം പഠിക്കണം. ഗർഭവതിയായത് മുതൽ ജീവിതത്തിലെ സായാഹ്നം വരെയും അനേകം പോരാട്ടങ്ങളിൽ കൂടി കടന്നുപോയി, കോൺട്രവേഴ്സികളിൽ കൂടി കടന്നുപോയി,
സംഘർഷങ്ങളിൽ കൂടി കടന്നുപോയി, സങ്കടങ്ങളിൽ കൂടി കടന്നുപോയി. പക്ഷെ അതിജീവിച്ചു, ശക്തീകരിക്കപ്പെട്ടു ആത്മീയമായി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, 8 നോമ്പ് പെരുന്നാളിൽ നമ്മുടെ സ്ത്രീകളെങ്കിലും ശക്തീകരിക്കപ്പെടണം. മറിയമിനി ഭാഗ്യവതി ഭാമിനിമാരിൽ ദൈവപുത്രൻ നിന്നിൽ നിന്ന് അവതരിച്ചല്ലോ എന്ന് പാടി കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ തുടയ്ക്കുന്ന അമ്മമാർ നേരെ നിൽക്കുവാനുള്ള കരുത്ത് നഷ്ടപ്പെട്ടു പോകുന്നു. എത്രയോ വർഷങ്ങളായി സ്ത്രീ സമാജവും മർത്തമറിയ സമാജവും പല പേരിൽ അറിയപ്പെടുന്ന ഈ പ്രസ്ഥാനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടുവരികയാണ്. എത്ര സ്ത്രീകളെ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് പൊതുരംഗത്ത് കൊണ്ടുവരുവാൻ കഴിഞ്ഞു, സാമൂഹ്യ രംഗത്ത് കൊണ്ടുവരുവാൻ കഴിഞ്ഞു, നേതൃത്വ രംഗത്ത് കൊണ്ടുവരുവാൻ കഴിഞ്ഞു. 8 നോമ്പ് ആഗോളതലത്തിൽ നമ്മൾ ആചരിക്കുന്നെങ്കിലും സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള ശക്തിയും തൻ്റെ ഇടവും കരുത്തും കഴിവും നഷ്ടപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ പറയുന്ന എല്ലാ വ്യാഖ്യാനങ്ങളും പുരുഷ കേന്ദ്രീകൃത വ്യാഖ്യാനങ്ങളാണ്. മറിയത്തിന്റെ ജീവിതം നോക്കുമ്പോൾ ഈ പോരാട്ടം അതിഭയങ്കരമായിട്ടാണ് നിന്നിരുന്നത്. ഞാൻ മുമ്പേ സൂചിച്ചു, ഗബ്രിയേലിനോട് പോലും നേരെ നിന്ന് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? അതുകൊണ്ട് പുതിയ വ്യാഖ്യാനങ്ങളിൽ പറയുന്നത്, ഒരു സ്ത്രീയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിവർന്നു നിന്ന് ചോദ്യം ചെയ്യാനുള്ള തൻ്റെ ഇടം, ചങ്കൂറ്റം ഉണ്ടാകണം. യാഥാസ്ഥികരായ നമ്മൾ പറയും അഹങ്കാരിയാണ്. യാഥാസ്ഥികരായ നമ്മൾ ആ സ്ത്രീകളെ കുറിച്ച് വേണ്ടാത്തതെല്ലാം വിളിച്ചു പറയും. പക്ഷെ മറിയം നമുക്ക് തരുന്ന മാതൃക, നേരെ നിന്ന് ഗബ്രിയേൽ ദൂതനോട് പറയുവാനുള്ള കരുത്ത് നേടി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എടുത്ത കുറിവാക്യം തന്നെയാണ്, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിക്കുവാനുള്ള കരുത്ത് മറിയത്തിനുണ്ടായിരുന്നു. ദൈവത്തെ വിശ്വസിച്ചു. കാരണം ഇതെല്ലാം പഠിച്ച് മനഃപ്പാഠമാക്കി മനനം ചെയ്ത് വളർന്നു വന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് അവിവാഹിതയാണ്. ഗർഭവതിയായാൽ ഉണ്ടാകാവുന്ന എല്ലാ തിരസ്കരണങ്ങളെക്കുറിച്ചും അപവാദങ്ങളെക്കുറിച്ചും മറിയത്തിന് നല്ല ബോധ്യമുണ്ടായി. അതുകൊണ്ട് മറിയം ഈ പോരാട്ടത്തിന് സ്വയം തുനിയുകയാണ്. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തിരസ്കരണങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം അപവാദങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം അപമാനങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം അപഹാസ്യങ്ങൾ ഉണ്ടായാലും, യേശുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഞാൻ സ്വയം സമർപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആ വാക്കിന് അർത്ഥമാകുന്നത്, യഹോവയുടെ പ്രിയപ്പെട്ടവൾ മറിയം, യഹോവയുടെ സ്നേഹവാചനം മറിയം, യഹോവയെ സ്നേഹിക്കുന്നവൾ മറിയം. അർത്ഥപൂർവമായി തരുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് ശീമോന്റെ ഭവനത്തിൽ, ശീമോൻ ദേവാലയത്തിൽ വെച്ച്, നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടന്നു പോകും എന്ന് പറഞ്ഞപ്പോഴും മറിയത്തിനൊരു ചലനം ഉണ്ടായിരുന്നില്ല. മറിയം ഭയപ്പെട്ടില്ല, ധീരയായിരുന്നു. ഈ വാളിനെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. കാരണം പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായ മറിയം വലിയ വാൾ, അതിശക്തമായ പ്രതിരോധം സമൂഹത്തിൽ നിന്നുണ്ടായിട്ടും സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയാണ്. വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നു. വീണ്ടും നസ്രയത്തിൽ യേശുവിനെ പ്രസംഗിക്കുവാൻ എഴുന്നേറ്റു. പല പ്രസംഗം കേട്ട ആളുകൾ അത്ഭുതപ്പെട്ടു. എന്തൊരു സുന്ദരമായ വ്യാഖ്യാനങ്ങൾ! ആരാണ് ഇദ്ദേഹത്തെ ഇതൊക്കെ പഠിപ്പിച്ചത്? പലരും വിസ്മയിച്ചു. യേശുവിന്റെ വാക്കുകൾ കേട്ട് പലരും വിസ്മയിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശു അവതരിപ്പിച്ച വ്യാഖ്യാനങ്ങൾ പുതിയ വ്യാഖ്യാനങ്ങളാണ്, ഡീകൺസ്ട്രക്ഷനാണ്, പൊളിച്ചെഴുത്തുകളാണ്, അപനിർമ്മാണങ്ങളാണ്. വ്യത്യസ്തമായ മനുഷ്യ കേന്ദ്രീകൃതമായ, പ്രകൃതിയോട് ബന്ധപ്പെട്ട, അതുവരെ കേട്ടിട്ടുള്ള വ്യാഖ്യാനങ്ങൾ യേശു അവതരിപ്പിച്ചു. ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും പണ്ഡിതന്മാർക്കും അത്ര സുഖിച്ചില്ല. അവര് പറയുന്ന ഒരു വാചകമുണ്ട്, ഇവൻ മറിയയുടെ മകനല്ലേ, ഇവൻ മറിയയുടെ മകനല്ലേ, യാക്കോബ്, യോസ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനായ തച്ചനല്ലേ, മറിയയുടെ മകനല്ലേ, ഇവനൊരു തച്ചനല്ലേ. ഓർത്തിരിക്കണം, പിതൃനഗരത്തിൽ പ്രസംഗിച്ചപ്പോൾ ഉണ്ടാകുന്ന മറിയം അനുഭവിച്ച തിക്തമായ അനുഭവങ്ങൾ, മറിയം അനുഭവിച്ച പീഡനങ്ങൾ, മറിയം അനുഭവിച്ച സംഘർഷങ്ങൾ. ഞാൻ പറയും, ഇതൊക്കെ കേട്ടിട്ടും മറിയം
അതിജീവിച്ചു. അതിജീവനത്തിന്റെ പാഠം മറിയം ഉൾക്കൊണ്ടു. കുരിശൻ ചുമന്നുകൊണ്ടുപോകുന്ന യേശുവിനെ, മലയിലേക്ക് പോകുന്ന യേശുവിനെ മറിയം നോക്കി നിന്നു. അതിജീവിച്ചു. വലിയൊരു പോരാട്ടമായിരുന്നു. സ്ത്രീയെ, ഇതാ നിന്റെ മകനെന്ന് യേശു കാൽവരി കുരിശിൽ കിടന്ന് പറയുമ്പോൾ അമ്മ ഒന്ന് പിടഞ്ഞു കാണും. ഈ പോരാട്ടത്തിന്റെ ഭാവം അമ്മ അതിജീവിച്ചു. ഓർത്തിരിക്കണം, നമ്മുടെ സ്ത്രീകൾ ഇന്ന് അനേക പോരാട്ടത്തിലാണ്. 8 നോമ്പ് നോക്കും, 15 നോമ്പ് നോക്കും, വചന പെരുന്നാളിന് പോകും, കുർബാന അനുഭവിക്കും. പക്ഷേ ഗ്രഹാന്തരീക്ഷത്തിൽ ഈ ഗാർഹിക പീഡനങ്ങൾ വർദ്ധിക്കുന്നു, സ്ത്രീധന മരണങ്ങൾ വർദ്ധിക്കുന്നു, ശിശു ഭ്രൂണഹത്യകൾ വർദ്ധിക്കുന്നു, പെൺ ശിശുഹത്യ വർദ്ധിക്കുന്നു, ഗർഭചിത്രം വർദ്ധിക്കുന്നു. ഇതൊക്കെ സ്വന്തം പ്രൈവസിയുടെ ഭാഗമാണെന്ന് പറയാമെങ്കിലും നമ്മൾ ഓർത്തിരിക്കണം, ഇതൊക്കെ ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ ഇതിലൊക്കെ പൊതു സമീപനം വേണം. ജെൻഡർ ബയസ് വർദ്ധിക്കുന്നു, സെക്ഷൽ വയലൻസ് വർദ്ധിക്കുന്നു. നോക്കണം, ഈ പൊതുലോകത്ത് ഈ പറയുന്ന പോസ്റ്റ് മോഡേൺ കണ്ടീഷനിൽ ഒരുപാട് നന്മകളുണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ സ്ത്രീജനങ്ങൾ തിരസ്കൃതരായിത്തീരുന്നു. സ്ത്രീജനങ്ങൾക്ക് ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്നു. അവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് 8 നോമ്പ് സെപ്റ്റംബർ 8 ഒരു പെൺകുട്ടിയുടെ ജനനമാണ്. മറിയത്തെ പോണക്കുള്ള പെൺകുട്ടികൾ, ഞാൻ പറയും മിടുമിടുക്കിമാരായ പെൺകുട്ടികൾ നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ ഒരു ക്യാമ്പയിൻ ഉണ്ട്, സേവ് എ ഗേൾ ചൈൽഡ്. ഇന്ത്യയിൽ പെൺകുട്ടികൾ തിരസ്കൃതരായിത്തീരുകയാണ്. ഇന്ത്യയിൽ പല ഭാഗത്തും സ്ത്രീകൾ മിസ്സിംഗ് ആണ്. പെൺകുട്ടികൾ അൺസീനായിത്തീരുന്നു, കാണാതെ പോകുന്നു. അതുകൊണ്ടാണ് സർക്കാർ ഈ പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നത്, സേവ് എ ഗേൾ ചൈൽഡ്. ഒരു പെൺകുട്ടിയെ നമുക്ക് സംരക്ഷിക്കുവാൻ കഴിയണം. മദ്രാസിലൊക്കെ ട്രെയിനിൽ, ചെന്നൈയിലൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യാമെങ്കിൽ അവിടെ എഴുതിയിരുന്ന ഒരു വാചകമുണ്ട്. ജയലളിത കാലത്ത് അത് ആരംഭിച്ചതാണ്, യുവർ ഗേൾ ഈസ് യുവർ പേൾ, യുവർ ഗേൾ ഈസ് യുവർ പേൾ. നിങ്ങളുടെ പെൺകുട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ മാണിക്യമാണ്. നമ്മുടെ പെൺകുട്ടികളെ നമുക്ക് മാണിക്യമായിട്ട് ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നെങ്കിൽ നമുക്ക് ഈ 8 നോമ്പ് പെരുന്നാള് വളരെ അനുഗ്രഹത്തിൻ്റെതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. മറിയത്തിന്റെ 4 കൃത്യമായ ഭാവങ്ങളെ ഞാൻ അവതരിപ്പിച്ചു. 1 കരുതലിന്റെ ഭാവം, 2 അനുകമ്പത്തിയുടെ ഭാവം, 3 ദൗത്യഭാവം, 4 പോരാട്ട ഭാവം. ഞാനിതിനെ ഒന്ന് സംക്ഷേപിക്കുന്നത് ഇങ്ങനെയാണ്. മറിയം ദൈവിക രക്ഷാകര പദ്ധതിയിൽ മറിയം സ്വീകരിച്ച ധീരമായ നിലപാട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഏറ്റെടുക്കുവാൻ കഴിയുമോ? മറിയം പകർന്ന വിമോചന ദർശനവും സ്ത്രീ ശക്തീകരണ ദർശനവും മഹത്തരമായിരുന്നില്ലേ? നമ്മുടെ പെരുന്നാളുകളിലും നമ്മുടെ വേദവ്യാഖ്യാനങ്ങളിലും മറിയത്തിന്റെ ഈ ആർജവും ധീരതയും പോരാട്ടവും എപ്പോഴെങ്കിലും ഇടം നേടിയിട്ടുണ്ടോ? സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാൻ മറിയത്തിന് കഴിഞ്ഞു. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ മറിയത്തിന് കഴിഞ്ഞു. വിമോചന ദർശനം പങ്കിടുവാൻ മറിയത്തിന് കഴിഞ്ഞു. യേശുവിനോടൊപ്പം പീഡാനുഭവത്തെ പങ്കുചേരുവാൻ മറിയത്തിന് കഴിഞ്ഞു. ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് അതേപോലെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുവാൻ മറിയത്തിന് കഴിഞ്ഞു. ദൈവമാതാവിന്റെ മാതൃഭാവങ്ങൾ എല്ലാ സ്ത്രീകളിലും എല്ലാ പുരുഷന്മാരിലും ഉണ്ടാകണം. അമ്മ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ പൂർണ്ണമായി നിർവഹിക്കുന്നുണ്ടോ? അമ്മയെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും വേണ്ടത്ര ജാഗ്രത ഞാൻ പുലർത്താറുണ്ടോ? അമ്മ ഭാവം സ്നേഹത്തിന്റെ ഭാവമാണ്. അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും സമത്വവും ഉയർത്തിപ്പിടിക്കുവാൻ കഴിയുന്ന ഒരു സ്ത്രീ സമൂഹത്തെയാണ് ഈ 8 നോമ്പ് വഴി നമുക്ക് ഉൾച്ചേർക്കുവാൻ കഴിയേണ്ടത്. ഊസ്റ്റൺ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ 8 നോമ്പ് പെരുന്നാളിന് ഹൃദയപൂർവമായ ആശംസകൾ നേരുന്നു. എന്നെ ശ്രമിച്ച എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചിന്തിച്ച അമ്മഭാവം നമ്മളെല്ലാവരിലും ഉണ്ടാകട്ടെ. സ്ത്രീകളിലുണ്ടാവട്ടെ, പുരുഷന്മാരിലുണ്ടാകട്ടെ, മനുഷ്യവർഗത്തിന് മുഴുവനായിട്ടും ഉണ്ടാവട്ടെ. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവർത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവം നമ്മോട് അരുളി ചെയ്യട്ടെ. ദൈവം നമ്മോട്
കൃപകൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മളെല്ലാവരെയും ശക്തീകരിക്കട്ടെ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. ദൈവമായ കർത്താവേ, 8 നോമ്പ് ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളാണ്. ദാനമായി തന്ന എല്ലാ പെൺകുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളൊക്കെ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്നത് സ്ത്രീകൾ അതിജീവന യാത്ര നടത്തിയതുകൊണ്ടാണ്. അനേക സ്ഥലങ്ങളിൽ അവർ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുവാനെത്തി. അവർ ദൈവകൃപയിൽ നിറഞ്ഞു. അവരുടെ കഠിനാധ്വാനവും അവരുടെ പ്രയത്നവും അതിവിശാലമാക്കി. സഭ വളർന്നു, കുടുംബങ്ങൾ വളർന്നു, ഇടവകൾ വളർന്നു. സ്ത്രീകളുടെ അധ്വാനത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഈ 8 നോമ്പിൽ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിൽ ദൈവമേ, ഞങ്ങളുടെ എല്ലാ പെൺകുഞ്ഞുങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ കൃപ നൽകണമേ. ദൈവമാതാവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവമാതാവെ, അവിടുത്തെ കരുതലിൻ്റെയും അനുകമ്പയുടെയും ദൗത്യ നിർവഹണത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെയും മാതൃകയും ഭാവവും ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ. ഞങ്ങളെ വാഴ്ത്തണമേ. മഹാമാരിയിൽ നിന്നും അതിജീവിക്കുവാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും മഹത്വത്തിനായിട്ട് തന്നെ.